സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS Rockers 2.0. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. സിജോ ബിഗ് ബോസ് വീട്ടിലോട്ട് കയറിയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് പലവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, സിജോ ബിഗ് ബോസ് വീട്ടിൽ വന്നതുടൻ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് ആ ലിവിങ് ഏരിയയിൽ നിന്ന് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വന്നിട്ടുള്ളത് ഒരു തീ കത്തി നിൽക്കുന്ന ഒരു കാർഡുമായിട്ടാണ്, മീൻസ് തീക്കാർഡുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പണ്ട് ഞാൻ തീപ്പൊരിയുമായിട്ടാണ് വന്നിട്ടുള്ളത്, പക്ഷേ ഈ പ്രാവശ്യം ഞാൻ തീക്കാർഡായിട്ടാണ് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ഓരോ ആൾക്കാരും ഞാൻ വെച്ച് കത്തിക്കും, തീർത്തിരിക്കും, ഞാൻ തന്നെ ടൈറ്റിൽ വിന്നർ ആയിരിക്കും എന്ന രീതിയിലാണ് സിജോ പറയുന്നത്. എന്തായാലും സിജോ നല്ല മാസമായിട്ടാണ് വന്നിട്ടുള്ളത്. പുറത്തുനിന്ന് കളി കണ്ടിട്ടൊക്കെയാണ് ഉള്ളതെങ്കിൽ നോറ തീർന്നു. നോറ അന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിജോയ്ക്ക് ഇത്രയും വലുതായിട്ടൊരു പരിക്ക് പറ്റിയിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇത്രയും ആഴ്ചകൾ മാറി നിൽക്കേണ്ട ഒരു ഗതി വന്നപ്പോഴും നോറ പറഞ്ഞത് സിജോ വെറുതെ അഭിനയിക്കുക, അവൻ്റെ ആക്ടിങ് ആണ്, വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ആക്ടിങ് ആണെന്ന് അന്നൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിജോ പുറത്തുനിന്ന് ഈ കാര്യം കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇങ്ങനെ ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു. നോറക്കിട്ട് വെച്ചടി പണി കൊടുക്കാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. സിജോ പണ്ടത്തെ സിജോ ആയിരിക്കാൻ ഒരു ചാൻസസും ഇല്ല. എന്തായാലും നല്ലൊരു മാറ്റം തന്നെ സിജോയിൽ വന്നിട്ടുണ്ടാകാനായിരിക്കും ചാൻസസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയിട്ട് വരെ ആരൊരു മനുഷ്യൻ പോലും അന്വേഷിച്ചില്ല. അത് സിജോയ്ക്ക് നല്ല രീതിയിൽ ഹേർട്ടായിട്ടുണ്ട്. എന്തായാലും സിജോ നല്ല രീതിയിലൊരു കളി കളിക്കാൻ ചാൻസസ് ഉണ്ട്. ബിഗ് ബോസ് വീട്ടിൽ ഒരു വമ്പൻ പ്രളയം കൊണ്ടുവരാൻ സിജോയ്ക്ക് സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കണ്ടു തന്നെ അറിയാം. സിജോ ഫാൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റ്സ് വേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.